ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പോൾ ഇന്ന് വീണ്ടും എയർ ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ ആണ്. വീഡിയോ ഇടാൻ മറ്റൊരു കാരണമില്ല, കാരണം എൻ്റെ മറ്റു വീഡിയോ ആരും കാണില്ല. ഞാൻ വ്ളോഗ് ഇട്ടാൽ വളരെ കുറച്ച് ആൾക്കാരോട് കാണുന്നത്. അതെന്താ വെച്ചാൽ നമ്മളെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോ മിനിമം ഒരു 10K ഒക്കെ നമുക്ക് വരുന്നുണ്ട്. മറ്റേതൊരു 500 ആൾക്കാരൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് എൻ്റെ ചാനലിലെ ആൾക്കാർ കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിച്ചുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോ ചെയ്യാം. അതുമാത്രമല്ല, ഇന്ന് 6 മാസം തയ്യാട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേസമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടിപ്പോൾ 6 മാസമായിട്ടോ. 6 മാസത്തിന് ശേഷം ഫസ്റ്റായിട്ട് ചെയ്തെന്താണ്, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് കൺഫേം ചെയ്തു നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഇതിന് മുന്നേ എന്നോട് പറഞ്ഞത് എണ്ണ ഉപയോഗിക്കരുതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ കുറേയൊക്കെ കമൻറ്റിൽ ചെയ്തിരുന്നു 6 മാസം വരെയാണെന്നുള്ളത്. 6 മാസത്തിന് ശേഷം എണ്ണ ഉപയോഗിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഞാൻ എണ്ണ ഉപയോഗിച്ചത് എങ്ങനെ നോക്കാം. എണ്ണ ആദ്യം തന്നെ കുളിക്കാൻ, ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്, 5-ാം തീയതിയാണ് കേട്ടോ, ജനുവരി 5-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ കുളിക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് എണ്ണ നന്നായിട്ട് ഇട്ടു. കാരണം കുറേ ആയിട്ട് എണ്ണ ഇടുന്നില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് എണ്ണ ഫുള്ളായിട്ട് എല്ലായിടത്തും പിടിപ്പിച്ചിട്ടോ. അപ്പോൾ ആ പിടിപ്പിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നല്ലോണം കാണും. പിന്നെ പോരാ അതിന് മുടി നല്ല കറുത്ത് വരുന്നുണ്ട്. കാരണം എണ്ണയൊക്കെ ഇട്ടിട്ട് മറ്റേ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന മുടിയല്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് എണ്ണ റബ്ബ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ കുളിച്ചതിന് ശേഷം എണ്ണയുടെ ആയിരിക്കാണ് നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം നമ്മളെ സ്കാൾപ്പിലേക്കൊക്കെ എണ്ണ ഇറങ്ങി പൊടിയൊക്കെ കയറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പേ ആ എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളെ ബേബി ഷാമ്പൂ ഇട്ടിട്ടാണ് എപ്പോഴും കുളിക്കൽ. ബേബി ഷാമ്പൂ ഇട്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മുടിതാ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. ഇപ്പോൾ വൈകുന്നേരം കേട്ടോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം എണ്ണ ചെയ്ത സമയത്ത് ആ ഫ്രണ്ടും ബാക്കൊക്കെ നന്നായിട്ട് ഉള്ളിൽ കാണട്ടെ. കാരണം മുടി 2-3 മുടികൾ കൊട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക, അല്ലാതെ അങ്ങനെ വേറിട്ട് നിൽക്കില്ല ഇപ്പോൾ നിൽക്കണ പോലെ. അപ്പോൾ അതുകൊണ്ടുള്ള ഉള്ളിൽ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ റിസൾട്ട് ഇതാണ്. ഫ്രണ്ടൊക്കെ അത്യാവശ്യം കവർ ചെയ്തത്. കഴിഞ്ഞ മാസത്തെ കുറച്ചുകൂടെ മുടി വലുതായി എന്ന് മാത്രം, ഉള്ളൊക്കെ ഫില്ലായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും റിസൾട്ട് എന്ന് പറയാൻ പറ്റാത്ത കോലത്തിലാണ്. കാരണം ഞാനിപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ ചെറിയ മുടികൾ ഇപ്പോഴും കിളിർത്ത് വരുന്നുണ്ടോ. അതേപോലെ തന്നെ GFCയുടെ ഫലമായിട്ട് തന്നെ കാരണം നമുക്ക് ചെറിയ മുടികളുണ്ടായിരുന്നു, മറ്റേ നാര് തീരെ കാണില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെറിയ മുടികൾ, നമ്മൾ രോമം പോലെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നുണ്ട് ചെറിയ മുടികൾ. അതൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി GFCയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നന്നായിട്ട് കട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 6 മാസം റിസൾട്ട് ഇതാണ്. ഫ്രണ്ട് എയർലൈന് കാണാം, അതേപോലെ തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ ഞങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ ബാക്ക് സൈഡും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 3 ഭാഗവും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം റിസൾട്ട് അറിയാം. ഇതുകൂടാതെ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 മാസമായില്ലേ ഒരു റീക്യാപ്പ് പോലെ വീഡിയോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 10K നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഞാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് 700 സബ്സ്ക്രൈബേഴ്സാണ് തുടങ്ങുന്നത്. മീൻസ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ 700 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ചാനലുണ്ടായിന്. ഈ 10,000 സബ്സ്ക്രൈബേഴ്സും ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ കണ്ടിട്ട് വന്നു തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ വ്ളോഗിന് തീരെ വ്യൂസ് ഇല്ല. അപ്പോൾ ഏതായാലും റീക്യാപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മുതൽ എല്ലാവരും വീഡിയോ കണ്ടോണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് മുതലേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അനുഭവങ്ങൾ മൊത്തമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോത്തിലാണ് ഞാൻ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാം. 6 മാസം ആയതല്ല, ത്രില്ലിൽ വന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാതായിരിക്കും. ബൈ.